അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അള്ളാഹുവിന് മലക്കുകളുടെ ഒരു സംഘമുണ്ട്. അവർ വഴികളിലും മറ്റും ദിക്ർ ചെയ്യുന്നവരെ തിരക്കി നടക്കുന്നതാണ്. അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവരെ കണ്ടുമുട്ടിയാൽ അവരന്യോന്യം മറ്റുള്ളവരെ വിളിച്ച് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വരുവിൻ എന്ന് പറയും. അപ്പോൾ ആ സംഘം അവിടെ ഒരുമിച്ച് കൂടുകയും ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചുറ്റും ആകാശം വരെ അവരുടെ ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞു കൂടുകയും ചെയ്യുന്നതാണ്. ആ മജ്‌ലിസ് പിരിഞ്ഞു കഴിഞ്ഞാൽ അവരാകാശത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണെന്നാലും സന്തോഷത്തോടെ അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറയും, നിൻ്റെ ദാസന്മാരുടെ ഇന്ന കൂട്ടത്തിൽ നിന്നും വരികയാണ്. അവർ നിൻ്റെ തസ്ബീഹിലും തക്ബീറിലും തഹ്മീദിലും നിൻ്റെ ഉന്നതിയെ വാഴ്ത്തുന്നതിലും സ്തുതിക്കുന്നതിലും വ്യാപൃതരായിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവരെന്നെ കണ്ടോ? മലക്കുകൾ പറയും, ഇല്ല, അവർ നിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവർ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ത് സ്ഥിതിയായിരിക്കും? മലക്കുകൾ പറയും, അവർ നിന്നെ കണ്ടിരുന്നെങ്കിൽ വളരെ കൂടുതൽ ഇബാദത്തിൽ മുഴുകുകയും ഇതിനേക്കാൾ കൂടുതൽ നിൻ്റെ സ്തുതികീർത്തനം ചെയ്യുന്നതിലും നിൻ്റെ തസ്ബീഹിലും വ്യാപൃതരാകുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അള്ളാഹു ചോദിക്കും, അവർ എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, അവർ നിന്നോട് സ്വർഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ചോദിക്കും, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല, അവർ സ്വർഗമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവർ സ്വർഗമെങ്ങാനും കണ്ടിരുന്നെങ്കിലോ? മലക്കുകൾ പറയും, അവർ അത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ കൂടുതലായി അതിൽ അത്യാഗ്രഹമുള്ളവരും അതിനെ അധികമായി ചോദിക്കുന്നവരും അതിൽ വളരെ ആശ വയ്ക്കുന്നവരുമായി തീരുമാകുമായിരുന്നു. പിന്നീട് അള്ളാഹു ചോദിക്കും, അവർ എന്തിൽ നിന്നാണ് എന്നോട് അഭയം തേടുന്നത്? മലക്കുകൾ പറയും, അവർ നരകത്തിൽ നിന്നും അഭയം തേടുന്നു. അള്ളാഹു ചോദിക്കും, എന്താ നരകത്തെ അവർ കണ്ടോ? അവർ പറയും, ഇല്ല, നരകത്തെ അവർ കണ്ടില്ല. അപ്പോൾ അള്ളാഹു ചോദിക്കും, അപ്പോൾ അവർ അത് കണ്ടിരുന്നെങ്കിലോ? മലക്കുകൾ പറയും, അവരത് കണ്ടിരുന്നെങ്കിൽ അതിൽ നിന്നും അധികം ഓടിപ്പോകുന്നവരും ഭയന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരുമാകുന്നതാണ്. അപ്പോൾ അള്ളാഹു പറയും, ശരി, എന്നാൽ ആ മജ്‌ലിസിലുള്ളവർക്ക് ഞാൻ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തതായി ഇതാ മലക്കുകളെ നിങ്ങളെ സാക്ഷിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളെ സാക്ഷികളാക്കുന്നു. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ഒരു മലക്ക് പറയും, അല്ലാഹുവേ, ഇന്ന മനുഷ്യൻ അവൻ്റെ ഏതോ വേറെ ആവശ്യത്തിന് വേണ്ടി ആ മജ്‌ലിസിൽ വന്നിരുന്നു, ആ മജ്‌ലിസിൽ പങ്കാളിയായിരുന്നില്ല. അപ്പോൾ അല്ലാഹു പറയും, ഈ സംഘം അനുഗ്രഹീത സംഘമാണ്, അവരുടെ അടുക്കൽ ഇരിക്കുന്നവനും കൂടി ഭാഗ്യം കെട്ടവന്മാരായി പോകുന്നതല്ല, അതുകൊണ്ട് അവനും പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തതാണ്. ഈ രീതിയിലുള്ള
ആശയം ഉൾക്കൊള്ളുന്ന അനേകം ഹദീസുകളുണ്ട്. അതായത് മലക്കുകളുടെ ഒരു സംഘം ദിക്റിൻ്റെ മജിലിസുകളെയും ദിക്ർ ചെയ്യുന്നവരുടെ സംഘങ്ങളെയും വ്യക്തികളെയും അന്വേഷിച്ച് നടക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ അവരുടെ അടുക്കൽ ഇരിക്കുന്നതും അവരുടെ ദിക്ർ ശ്രദ്ധിക്കുന്നതുമാണ്. മലക്കുകളോട് അന്തസ്സായി അവരെക്കുറിച്ച് അല്ലാഹു തആല എടുത്ത് പറയുന്നത് എന്തിനാണെന്ന കാര്യവും ഇവിടെ വ്യക്തമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മജ്ലിസിൽ ഒരാൾ തൻ്റെ മറ്റേതോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് മലക്കുകൾ പറഞ്ഞത് ആ സംഭവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം മലക്കുകൾ ഇവിടെ സാക്ഷികളുടെ സ്ഥാനത്താണ്. ഈ ജനങ്ങളുടെ ഇബാദത്തിനും അവർ ദിക്റിൽ വ്യാപൃതരാകുന്നതിനും സാക്ഷ്യം വഹിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായി തീർന്നു. ഈ നിലയിൽ അല്ലെങ്കിൽ അത് വിമർശനമായി പോകുന്നതാണ്. എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. അതായത് ദിക്ർ ചെയ്യുന്നവരുടെ ബർക്കത്ത് കൊണ്ട് തൻ്റെ മറ്റെന്തോ ആവശ്യത്തിനായി അവരുടെ അടുക്കൽ വന്നിരുന്നവനെയും കൂടി നിർഭാഗ്യവാനായി അള്ളാഹു തള്ളിക്കളയുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ, അല്ലയോ വിശ്വസിച്ചവരെ, അള്ളാഹുവിനെ ഭയപ്പെടുക, സത്യവാന്മാരുടെ കൂട്ടത്തിൽ കഴിയുകയും ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് സൂഫിയാക്കൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ കൂടെ കഴിയുക, അതിന് കഴിയാതെ വന്നാൽ അള്ളാഹുവിൻ്റെ കൂടെ കഴിയുന്നവരുടെ കൂട്ടത്തിൽ കഴിയുക. അള്ളാഹുവിൻ്റെ കൂടെ കഴിയുക എന്നതിൻ്റെ ഉദ്ദേശം, അതായത് അള്ളാഹു തആല പറയുന്നു, എൻ്റെ ദാസൻ സുന്നത്തായ അമലുകൾ വഴിയായി ഞാനുമായുള്ള അടുപ്പത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെ ഞാനവനെ എൻ്റെ പ്രിയപ്പെട്ടവനാക്കും. ഞാനവനെ പ്രിയപ്പെട്ടവനാക്കി കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. അവൻ എന്നോട് ഏതൊന്ന് ആവശ്യപ്പെടുന്നുവോ അത് അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും. കൈകാലുകളാകുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവൻ്റെ എല്ലാ പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും സ്നേഹത്തിലും മാത്രമായിരിക്കും എന്നതാണ്. അവൻ്റെ യാതൊരു പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് മാറ്റമായി ഉണ്ടാകുന്നതല്ല. സൂഫിയാക്കളുടെ അവസ്ഥകളും അവരെക്കുറിച്ചുള്ള പല സംഭവങ്ങളും ഇതിലേക്ക് സാക്ഷിയായി ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അത് നിഷേധിക്കുന്നതിനുള്ള യാതൊരു വകയും ലഭിക്കാത്ത രീതിയിൽ അത്രയേറെ കൂടുതലായി അത്തരം ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നുസിഹത്തുൽ ബസാത്തീൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ സൂഫിയാക്കളുടെ ഇത്തരം അവസ്ഥകളെ സവിസ്തരം മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖ് അബൂബക്കർ ഖത്താനി റളിയല്ലാഹു അൻഹു അവർ പറയുന്നു, ഒരു പ്രാവശ്യം ഹജ്ജിൻ്റെ സമയത്ത് മക്കയിൽ ചില സൂഫിയാക്കൾ ഒരുമിച്ച് കൂടിയിരുന്നു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഷെയ്ഖ് ജുനൈദുൽ ബാഗ്ദാദി തങ്ങളായിരുന്നു. ആ സദസ്സിൽ മുഹബ്ബത്ത് ഇലാഹിയെക്കുറിച്ച്, അതായത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ ആരാണ് എന്ന ചർച്ച നടന്നു. അതിൽ പല മഹത്തുക്കളും വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ജുനൈദ് റളിയല്ലാഹു അൻഹു മിണ്ടാതെ ഇരിക്കുകയാണ്. അവരദ്ദേഹത്തോട് നിങ്ങളും അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം തല കീഴ്പോട്ടാക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ പ്രേമിക്കുന്നവർ ഞാൻ എന്ന ചിന്തയിൽ നിന്നും മോചിതനായി അള്ളാഹുവിൻ്റെ ദിക്റോട് കൂടി ബന്ധപ്പെടുന്നവനും അവനോടുള്ള കടമ നിർവഹിച്ചുകൊണ്ട് ഹൃദയം അള്ളാഹുവിലേക്ക് നോക്കുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ ദിവ്യമായ പ്രകാശത്തിൻ്റെ ഗാംഭീര്യം അവൻ്റെ ഹൃദയത്തെ കരിച്ചു കളഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദിക്ർ അവനെ അള്ളാഹുവിൻ്റെ ധ്യാനത്താൽ ലഹരി കൊള്ളിപ്പിക്കുന്ന പാനപാത്രമാണ്. അവൻ സംസാരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സംസാരം തന്നെയാണ്. അതായത് അള്ളാഹു തന്നെ അവൻ്റെ നാവിൽ കൂടി സംസാരിക്കുന്നത് പോലെ അവൻ ചലിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടായിരിക്കും. അവൻ സമാധാനം കരസ്ഥമാക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് കൂടി മാത്രമായിരിക്കണം. ഒരുവനിൽ ഈ അവസ്ഥയുണ്ടായാൽ അവൻ്റെ ഭക്ഷണപാനീയങ്ങളും ഉറക്കവും ഉണർച്ചയും മറ്റെല്ലാ പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. ദുനിയാവിൻ്റെ ആഡംബരങ്ങളും ആചാരങ്ങളും ഒന്നും തന്നെ അവന് ശ്രദ്ധാവിഷയമായിരിക്കുന്നതല്ല. ജനങ്ങളുടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നും അവൻ്റെ അടുക്കൽ ഒരു സ്ഥാനമുള്ളതുമായിരിക്കുന്നതല്ല എന്നാണ് ജുനൈദ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറഞ്ഞത്. ഇങ്ങനെയാണ് മഹാന്മാർ അള്ളാഹുവുമായുള്ള ആത്മബന്ധം നിലനിർത്തിയത്. നമ്മുടെ ബന്ധമോ? ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.